എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ട്രെയിനി ആൻഡ് സൂപ്പർവൈസർ ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. BHELലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിലേക്കാണ്. തസ്തികകൾ വരുന്നത് എഞ്ചിനീയർ ട്രെയിനി വരുന്നുണ്ട്, സൂപ്പർവൈസർ ട്രെയിനി വരുന്നുണ്ട്. എഞ്ചിനീയർ ട്രെയിനി ആണെന്നുണ്ടെങ്കിൽ ആകെ 150 വേക്കൻസിയാണ്. ഡിസിപ്ലിൻസ് വരുന്നത് മെക്കാനിക്കൽ 70 വേക്കൻസി, ഇലക്ട്രിക്കൽ 25 വേക്കൻസി, സിവിൽ 25 വേക്കൻസി, ഇലക്ട്രോണിക്സ് 20 വേക്കൻസി, കെമിക്കൽ 5 വേക്കൻസി, മെറ്റലർജി 5 വേക്കൻസി. ഇങ്ങനെ 150 വേക്കൻസിയാണുള്ളത്. പോസ്റ്റിംഗ് വരുന്ന എവിടെയാണെന്ന് നോക്കാം. മെക്കാനിക്കൽ ആണെങ്കിൽ തൃച്ചി, റാണിപ്പെട്ട്, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഭോപ്പാൽ, വിസാഗ് ആൻഡ് പവർ സെക്ടർ സൈറ്റ് ആണ് പറയുന്നത്. ഇനി ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ തൃച്ചി, റാണിപ്പെട്ട്, ബാംഗ്ലൂർ ആൻഡ് പവർ സെക്ടർ സൈറ്റ്സ് ആണ്. സിവിൽ ആണെങ്കിൽ പവർ സെക്ടർ സൈറ്റ്സിലാണ് വരുന്നത്. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ബാംഗ്ലൂർ ആൻഡ് പവർ സെക്ടർ സൈറ്റ്സ് ആണ്. കെമിക്കൽ ആണെങ്കിൽ തൃച്ചി, റാണിപ്പെട്ട്, ഭോപ്പാൽ ആൻഡ് ഹരിദ്വാർ ആണ്. മെറ്റലർജി ആണെങ്കിൽ തൃച്ചി ആൻഡ് ഹരിദ്വാർ ആണ് പോസ്റ്റിംഗ് വരുന്നത്. അടുത്തത് സൂപ്പർവൈസർ ട്രെയിനി ആണ്. വേക്കൻസി 250 ആണ്. ഡിസിപ്ലിൻസ് വരുന്നത് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് ആണ്. മെക്കാനിക്കൽ 140 വേക്കൻസി ഉണ്ട്. പോസ്റ്റിംഗ് വരാൻ സാധ്യതയുള്ളത് റാണിപ്പെട്ട്, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഹരിദ്വാർ, ഭോപ്പാൽ, വിസാഗ് ആൻഡ് പവർ സെക്ടർ സൈറ്റ്സ് ആണ്. ഇനി ഇലക്ട്രിക്കൽ ആണെങ്കിൽ 55 വേക്കൻസി ആണ്. പോസ്റ്റിംഗ് വരുന്നത് റാണിപ്പെട്ട്, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഹരിദ്വാർ, ഭോപ്പാൽ, വിസാഗ് ആൻഡ് പവർ സെക്ടർ സൈറ്റ്സ് ആണ്. ഇനി സിവിൽ ആണെങ്കിൽ 35 വേക്കൻസി. പോസ്റ്റിംഗ് വരുന്നത് പവർ സെക്ടർ സൈറ്റ്സിലാണ്. ഇലക്ട്രോണിക്സ് വരുന്നത് 20 വേക്കൻസി ആണ്. പോസ്റ്റിംഗ് വരുന്നത് ബാംഗ്ലൂരായിരിക്കും. അപ്പോൾ ഇത്രയും ഡിസിപ്ലിൻസിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇനി ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. എഞ്ചിനീയർ ട്രെയിനി ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി. ഇതല്ലെങ്കിൽ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ഡുവൽ ഡിഗ്രി പ്രോഗ്രാം ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ ദ ഡിസിപ്ലിൻസ് ഓഫ് മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ സിവിൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ കെമിക്കൽ ഓർ മെറ്റലർജി ആണ് വേണ്ടത്. അപ്പോൾ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും അല്ലെങ്കിൽ ഡുവൽ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി 27 വയസ്സ് വരെയാണ്. ഇനി PG ഉള്ള കാൻഡിഡേറ്റ്സിന് 29 വയസ്സ് വരെ പ്രായപരിധിയുണ്ട്. അടുത്തത് സൂപ്പർവൈസർ ട്രെയിനി ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഫുൾ ടൈം ഡിപ്ലോമയാണ് വേണ്ടത്. ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ഇൻ ദ ഡിസിപ്ലിൻസ് ഓഫ് മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ സിവിൽ ഓർ ഇലക്ട്രോണിക്സ് ആണ് വേണ്ടത്. കുറഞ്ഞത് 65% മാർക്ക് ഉണ്ടായിരിക്കണം. പ്രായപരിധി 27 വയസ്സ് വരെയാണ്. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫൈനൽ ഇയറോ ഫൈനൽ സെമസ്റ്ററോ പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ജൂൺ 1, 2025 ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അപ്പോഴത്തേക്കും കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഡിസിപ്ലിൻസും ഇലാബറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മെക്കാനിക്കൽ ആണെങ്കിൽ അതിനുള്ളിൽ വരുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് അങ്ങനെയൊക്കെയാണ് ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട്. OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എഞ്ചിനീയർ ട്രെയിനി ആണെങ്കിൽ സെലക്ഷൻ്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇനി സൂപ്പർവൈസർ ട്രെയിനി ആണെങ്കിൽ 2 സ്റ്റേജ് വരുന്നുണ്ട്. സ്റ്റേജ് 1 വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. സ്റ്റേജ് 2 വരുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഓർ സ്ക്രൂട്ടണി ആണ്. ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്കാണ് നിയമനം വരുന്നത്. ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം.
എഞ്ചിനീയർ ട്രെയിനി ആണെങ്കിൽ ബേസിക് പേ വരുന്നത് 50,000 രൂപയാണ്. 50,000 മുതൽ 1,60,000 വരെ കിട്ടാവുന്നതാണ്. ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 60,000 മുതൽ 1,80,000 വരെ ശമ്പളം കിട്ടുന്നതാണ്. ഇനി സൂപ്പർവൈസർ ട്രെയിനി ആണെങ്കിൽ ബേസിക് പേ വരുന്നത് 32,000 രൂപയാണ്. 32,000 മുതൽ 1,00,000 വരെ കിട്ടാവുന്നതാണ്. ട്രെയിനിങ് കഴിയുമ്പോഴത്തേക്കും 33,500 മുതൽ 1,20,000 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. അപ്പോൾ നല്ല ശമ്പളത്തിലാണ് ജോലി അവസരമുള്ളത്. കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് സർവീസ് എഗ്രിമെൻ്റ് ബോണ്ട് കൊടുക്കണം. അതായത് മിനിമം 3 ഇയേഴ്സ് എങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യാന്നുള്ള ബോണ്ട് കൊടുത്തിട്ട് വേണം ജോലിക്ക് കയറാനായിട്ട്. ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അൺറിസർവ്ഡ് EWS OBC കാറ്റഗറി ആണെങ്കിൽ 1,072 രൂപയാണ്. SC/ST കാറ്റഗറി ആണെങ്കിൽ 472 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് careers.bhel.in ആണ്. ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ ഫോം കിട്ടുന്നതാണ്. അത് ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എക്സാം സെൻറ്ററിന് 5 ചോയ്സ് വരെ കൊടുക്കാവുന്നതാണ്. ഇൻ്റർവ്യൂ സെൻറ്ററിന് 3 ചോയ്സ് കൊടുക്കാവുന്നതാണ്. OBC കാറ്റഗറി ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റും മാർക്ക് ഷീറ്റും കൊണ്ടുപോകേണ്ടതാണ്. ശ്രദ്ധിക്കുക, അപേക്ഷ ആരംഭിക്കുന്നത് ഫെബ്രുവരി 1 മുതലാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 28 ആണ്. എക്സാം ഡേറ്റ് വരുന്നത് ഏപ്രിൽ 11, 12, 13 തീയതിയിലായിരിക്കും. അപ്പോൾ ഇതാണ് ഡേറ്റ് വരുന്നത്. അപേക്ഷിക്കേണ്ട സൈറ്റ് മറക്കണ്ട, careers.bhel.in ആണ്. അപ്പോൾ അപേക്ഷ ആരംഭിക്കുന്നത് ഫെബ്രുവരി 1 മുതലാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 28 ആണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന BHEL ജോലി ആഗ്രഹിക്കുന്ന എഞ്ചിനീയറിംഗ് ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഫെബ്രുവരി 1 മുതൽ അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ യോഗ്യത അനുസരിച്ച് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.